ഗജവീരനായ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ്റെ ജീവിതവിശേഷങ്ങളിൽ ചിലതാണ് കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ കേട്ടത്. ഒരു നേരം ദാഹം തീർക്കാൻ ജലം കൊടുത്ത ഒരു മുസ്ലിം സ്ത്രീയോടുള്ള നന്ദി അവൻ പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ അവനെ ഉപദ്രവിക്കുന്നവരെ അവൻ വെറുതെ വിടുകയില്ല എന്നും നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടതാണ്. കൊട്ടാരക്കര ചന്ദ്രശേഖരൻ്റെ ഇനിയുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഗജരാജനായ കൊട്ടാരക്കര ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ്റെ പാപ്പാനായ രാമശാർ ചന്ദ്രശേഖരനെ തീറ്റയ്ക്കും മറ്റും മിക്ക ദിവസങ്ങളിൽ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും അവൻ പോയി തിന്നു വയർ നിറച്ചിട്ട് നേരം വൈകുമ്പോൾ മടങ്ങി രാമശാരുടെ വീട്ടിലെത്തി അവൻ്റെ സ്ഥാനത്ത് ചെന്ന് കിടക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ആ പതിവിൻ പ്രകാരം ഒരു ദിവസം കാട്ടിലേക്ക് പറഞ്ഞയച്ച ചന്ദ്രശേഖരന് അന്ന് രാത്രിയായിട്ടും തിരിച്ചു വന്നില്ല. രാമശാർ ഏറ്റവും വിഷണ്ണനായി തീർന്നു. വിഷാദം കൊണ്ട് അയാൾ അന്ന് അത്താഴം പോലും ഉണ്ടില്ല. രാത്രിയിൽ കിടന്നിട്ട് ഉറക്കവും വന്നില്ല. പിറ്റേ ദിവസം രാവിലെ രാമശാർ കാട്ടിൽ ചെന്ന് ചന്ദ്രശേഖരൻ സഞ്ചരിക്കാറുള്ള സ്ഥലങ്ങളെല്ലാം നോക്കി. എങ്ങും ചന്ദ്രശേഖരനെ കണ്ടില്ല. അപ്പോൾ രാമശാരുടെ വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതിനപ്പുറമായി തീർന്നു. മാത്രമല്ല ഭയപരവശരുമായി തീർന്നു. കാരണം രാമശാർ ചന്ദ്രശേഖരനെ സ്വന്തമെന്ന പോലെയാണ് രക്ഷിച്ചു നടന്നിരുന്നതെങ്കിലും ആ ആന സർക്കാർ വകയായിരുന്നല്ലോ. ആ ആനയെ കാണാനില്ലെന്നറിഞ്ഞാൽ ഗവൺമെൻറ് വെറുതെ വിടുമോ? ആകപ്പാടെ രാമശാർ വലിയ പരുങ്ങില്ലായിത്തീർന്നു. അയാൾ ഊണും ഉറക്കവുമില്ലാതെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നു. ഒരു ഫലവുമുണ്ടായില്ല. അങ്ങനെ 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരനെ കാണാനില്ലെന്നുള്ള വിവരം ഗവൺമെൻറ്റിന് അറിവ് കിട്ടി. ഉടനെ രാമശാരെ പിടിച്ച് ചോദ്യം ചെയ്യുന്നതിന് ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു. എല്ലാവരും രാമശാരെ അന്വേഷിച്ചു തുടങ്ങി. ആ വിവരമറിഞ്ഞ രാമശാർ എവിടെയോ പോയി ഒളിച്ചു. സർക്കാർ ആളുകൾ പല വിധത്തിൽ അന്വേഷണം നടത്തിയിട്ടും ചന്ദ്രശേഖരനെയും രാമശാരെയും കണ്ടുകിട്ടിയില്ല. ചന്ദ്രശേഖരൻ രാമശാരും നാട് വിട്ടു പോയെന്നാണ് ഒടുക്കം എല്ലാവരും തീർച്ചപ്പെടുത്തിയത്. സർക്കാരിൻ്റെ അന്വേഷണവും ഒരുവിധം അങ്ങനെ ശമിച്ചു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചന്ദ്രശേഖരൻ ഒരു വലിയ പിടിയാനയോടുകൂടി കൊട്ടാരക്കര വന്നു ചേർന്നു. ആ പിടിയാന ഒരു കാട്ടാനയായിരുന്നു. മനുഷ്യരെ കണ്ടപ്പോൾ അത് വിരണ്ട് ഓടാൻ ഭാവിച്ചു. എങ്കിലും ചന്ദ്രശേഖരൻ അതിനെ വിട്ടയച്ചില്ല. ചന്ദ്രശേഖരൻ ഒരു കാട്ടാനയെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന കേട്ട് അസംഖ്യം ആളുകൾ അവിടെ കൂടി. ആ കൂട്ടത്തിൽ രാമശാരും വന്നു ചേർന്നു. ചന്ദ്രശേഖരൻ്റെ സഹായത്തോടുകൂടി രാമശാർ 10-15 ദിവസം കൊണ്ട് ആ പിടിയാനയെ പഴക്കി സ്വാധീനപ്പെടുത്തി. കൊച്ചുകുഞ്ഞു മരിച്ചതിന് ശേഷം അയാൾക്ക് പകരം രാമശാരുടെ സഹായത്തിനായി കേശവൻ എന്ന ഒരാളെയും നിയമിച്ചിരുന്നു. ഈ പിടിയാനെ പഴക്കി സ്വാധീനിച്ചതിൻ്റെ ശേഷം രാമശാരുടെ ശുപാർശ പ്രകാരം ആ പിടിയാനയുടെ ആനക്കാരനായി കേശവനെ നിയമിച്ചു. ആ പിടിയാനയ്ക്ക് തിരുമുൻപ് കൽപ്പന പ്രകാരം ഭവാനി എന്ന് പേരിട്ടു. ചന്ദ്രശേഖരനും ഭവാനിയും കാലക്രമേണ പരസ്പരം വലിയ സ്നേഹത്തിലായി തീർന്നു. ഭവാനിയെ കാണാതെ ചന്ദ്രശേഖരനും ചന്ദ്രശേഖരനെ കാണാതെ ഭവാനിയും അല്പം പോലും മാറി നിന്നിരുന്നില്ല. 2 ആനകളും നെൽപ്പും കിടപ്പും തീറ്റയും കുളിയുമെല്ലാം ഒരുമിച്ച് തന്നെ. എഴുന്നള്ളിപ്പിനും മറ്റും ആ 2 ആനകളെയും ഒരുമിച്ചല്ലാതെ എങ്ങും കൊണ്ടുപോയിരുന്നില്ല. കൊണ്ടുപോവാൻ സാധിക്കുമായിരുന്നില്ല. ആ ആനകൾ ഭാര്യാഭർത്താക്കന്മാരുടെ നിലയിലാണ് പിന്നീട് ജീവിച്ചത്. ഇങ്ങനെ ഇരുന്ന കാലത്ത് ഒരാണ്ടിൽ അരിപ്പാട്ട് ഉത്സവ എഴുന്നള്ളിപ്പിന് ചന്ദ്രശേഖരനെയും ഭവാനിയെയും കൊണ്ടുപോകണമായിരുന്നു. ഈ ആനകളെ
7ാമത് ഉത്സവ ദിവസത്തെ കാലത്ത് ചെല്ലണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എങ്കിലും ചില അസൗകര്യങ്ങൾ നിമിത്തം 9ാം ഉത്സവ ദിവസം രാത്രി ഏകദേശം 10 മണിയായപ്പോഴാണ് ആനകളെയും കൊണ്ട് രാമശാരും കേശവനും അവിടെ എത്തിയത്. അപ്പോഴേക്കും അവിടെ എഴുന്നള്ളത്ത് ആരംഭിച്ചിരുന്നു. അക്കാലത്ത് അരിപ്പാട്ട് ദേവസ്വത്തിലെ വലിയ വേലായുധൻ എന്നു പേരുള്ള ഒരു നല്ല കൊമ്പനാനയുണ്ടായിരുന്നു. അതിനാൽ ആ ആനയുടെ പുറത്തായിരുന്നു അരിപ്പാട്ട് ദേവനെ എഴുന്നള്ളിച്ചിരുന്നത്. ഉപദേവന്മാരെയൊക്കെ മറ്റാനകളുടെ പുറത്തും എഴുന്നള്ളിച്ചിരുന്നു. ഹരിപ്പാട്ട് ദേവനെ എഴുന്നള്ളിച്ചു കിഴക്കേ ആനക്കോട്ടിൽ നിർത്തി കഴിയുമ്പോൾ കിഴക്ക് നിന്നും ഒരു ഭഗവതിയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു പുറപ്പാട് പതിവുണ്ട്. ആ പുറപ്പാടും വളരെ കേമവും പ്രധാനമായിട്ടുള്ളതുമാണ്. ആ എഴുന്നള്ളത്ത് ആരംഭിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രശേഖരനും ഭവാനിയും അവിടെ എത്തിയത്. ഉടനെ കാര്യക്കാർ ഈ ആനകൾ ചെന്നിരിക്കുന്ന വിവരം അറിഞ്ഞു അവിടെ ചെന്ന് ആ ആനകൾക്കും തലയിൽ കെട്ട് കെട്ടിക്കുകയും ഭഗവതിയുടെ എഴുന്നള്ളത്തു ചന്ദ്രശേഖരൻ്റെ പുറത്തേക്ക് മാറ്റിക്കുകയും ഭവാനിയെ അകമ്പടിയാക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവതിയുടെ എഴുന്നള്ളത്ത് കുറച്ചുകൂടി പടിഞ്ഞാറോട്ട് ചെന്നപ്പോൾ ചന്ദ്രശേഖരനും വലിയ വേലായുധനും പരസ്പരം കാണാറായി. ഉടനെ ചന്ദ്രശേഖരൻ ഒരു വലിയ ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ട് വലിയ വേലായുധനും അതുപോലെ തന്നെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. പിന്നെ വലിയ വേലായുധൻ കിഴക്കോട്ടും ചന്ദ്രശേഖരൻ പടിഞ്ഞാറോട്ടും അതിവേഗത്തിൽ നടന്നു തുടങ്ങി. അപ്പോൾ ആനകൾ രണ്ടും പിണങ്ങിയെന്നും ഇവർ തമ്മിൽ വലിയ യുദ്ധമുണ്ടാകുമെന്നും അഥവാ ആനകൾ രണ്ടും ഓടിത്തുടങ്ങിയേക്കുമെന്നും മറ്റും വിചാരിച്ച് മരണഭയത്തോടുകൂടി വാദ്യക്കാരും തീവട്ടിക്കാരും കാഴ്ചക്കാരുമെല്ലാം 4 പുറത്തേക്ക് ഓടി. ആ സമയം അവിടെയുണ്ടായ ലഹളയും ബഹളവും ഒട്ടും ചില്ലറയായിരുന്നില്ല. ആ വലിയ ആനകൾ രണ്ടും പിണങ്ങി ആൾക്കൂട്ടത്തിൽ ഓട്ടം തുടങ്ങിയാൽ എന്തെല്ലാം അനർത്ഥങ്ങളാണ് വന്നുകൂടാൻ സാധ്യതയുള്ളത്. പലർക്കും അംഗഭംഗങ്ങളും ചിലർക്ക് മരണം തന്നെയും വന്നേക്കാമല്ലോ. അതിനാൽ ജനങ്ങൾ ഭയപ്പെട്ടോടിയതും ബഹളമുണ്ടാക്കിയതും ഒരു അത്ഭുതം തന്നെയെന്ന് പറയേണ്ടതില്ല. ആനകൾ പിണങ്ങുകയും ഓടുകയും യുദ്ധം ചെയ്യുകയുമൊന്നും ഉണ്ടായില്ല. ആ ആനകൾ രണ്ടും അടുത്തടുത്ത് കൂടിയപ്പോൾ വലിയ സ്നേഹത്തോടു കൂടി തുമ്പിക്കൈകൾ നീട്ടി പരസ്പരം പിടിച്ച് സന്തോഷ സൂചകമായി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചതിന് ശേഷം തിരിച്ചുപോയി പൂർവ്വസ്ഥിതിയിൽ അവരവരുടെ സ്ഥാനത്ത് ചെന്ന് നിൽക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. ആനകൾ പിണങ്ങുകയില്ല എന്നറിഞ്ഞപ്പോൾ വാദ്യക്കാരും തീവട്ടിക്കാരും മറ്റും തിരികെ വരികയും എഴുന്നള്ളിപ്പ് ഭംഗിയായി കഴിച്ചുകൂട്ടുകയും ചെയ്തു. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ചന്ദ്രശേഖരനെയും ഭവാനിയെയും വലിയ വേലായുധനെയും കൊണ്ടുപോയി തളച്ചു തീറ്റ കൊടുത്ത് നിർത്തിയത് ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. എങ്കിലും ചന്ദ്രശേഖരനും ഭവാനിയെയും ഒരു മരത്തിന്മേലും വലിയ വേലായുധനെ മറ്റൊരു മരത്തിന്മേലുമാണ് തളച്ചത്. പിറ്റേ ദിവസം കാലത്ത് ആ 3 ആനകളെയും ഒരുമിച്ച് കുളിപ്പിച്ച് കിഴക്കേ നടയിൽ കൊണ്ടുവന്നു. ഉടനെ ചന്ദ്രശേഖരൻ കിഴക്കോട്ട് നടന്നു തുടങ്ങി. ചന്ദ്രശേഖരൻ്റെ പിന്നാലെ ഭവാനിയും അവളുടെ പിന്നാലെ വലിയ വേലായുധനും നടന്നു. ചന്ദ്രശേഖരൻ്റെ പുറത്ത് രാമശാരും ഭവാനിയുടെ പുറത്ത് കേശവനും വലിയ വേലായുധൻ്റെ പുറത്ത് ആ ആനയുടെ ആനക്കാരനും ഉണ്ടായിരുന്നു. ഹരിപ്പാട്ട് ആനപ്പേരി വീട്ടുകാർ ആനപ്പാവിൽ പ്രസിദ്ധരും വിദഗ്ധന്മാരും പാരമ്പര്യക്കാരുമായിരുന്നു. ആ വീട്ടിലെ ഒരാൾ തന്നെയായിരുന്നു വലിയ വേലായുധൻ്റെ പുറത്തിരുന്നത്. ചന്ദ്രശേഖരൻ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ഇങ്ങനെ പോവുകയില്ലെന്നും അവൻ ഒരു സ്ഥലത്തേക്ക് പോകാനായി നിശ്ചയിച്ച് പുറപ്പെട്ടാൽ പിന്നെ തടുത്താൽ നിൽക്കുകയില്ലെന്നും കാരണം കൂടാതെ ആരെയും ഉപദ്രവിക്കുകയില്ലെന്നും നല്ല നിശ്ചയമുണ്ടായിരുന്നതിനാൽ രാമശാർ ചന്ദ്രശേഖരനെ തടഞ്ഞില്ല. ചന്ദ്രശേഖരൻ പോയാൽ പിന്നെ ഭവാനി നിൽക്കുകയില്ല. അക്കാര്യം തീർച്ചയാണല്ലോ. വലിയ വേലായുധൻ്റെ സ്വഭാവവും ഏകദേശം ചന്ദ്രശേഖരൻ്റെ സ്വഭാവം പോലെ തന്നെ ആയിരുന്നതിനാൽ അവൻ്റെ നിയന്താവ് അവനെയും തടുത്തില്ല. അതിനാൽ ചന്ദ്രശേഖരൻ മുമ്പിലും ഭവാനിയും വലിയ വേലായുധനും പിന്നാലെയുമാണ് നടന്നത്.
2-2.5 നാഴിക കിഴക്കു തെക്ക് പള്ളിപ്പാട്ടെന്ന സ്ഥലത്തുള്ള നാടാലയ്ക്കൽ എന്ന വീട്ടിൽ എത്തി. അത് കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാരിക്കാരുടെ ഭാര്യാഗൃഹമായിരുന്നു. സർവാധികാരിക്കാർ അദ്ദേഹം വളരെ മുമ്പേ മരിച്ചു പോയിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 പുത്രന്മാരും അപ്പോഴും ആ ഗൃഹത്തിലുണ്ടായിരുന്നു. പുത്രന്മാരിൽ മൂത്തയാളുടെ പേർ രാമൻ എന്നായിരുന്നു. ആ മനുഷ്യനു വൈദ്യവിഷയത്തിൽ നല്ലതുപോലെ നൈപുണ്യവും കൈപുണ്യവും ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ എല്ലാവരും കൊച്ചുരാമ വൈദ്യർ എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഗൃഹത്തിൻ്റെ സമീപത്ത് തന്നെ സർവാധികാരി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ആനകൾ അവിടെ ചെന്നയുടനെ ചന്ദ്രശേഖരൻ ആ പ്രതിമയുടെ മുൻപിൽ മുട്ടുകുത്തി നമസ്കരിച്ചു. അത് കണ്ട് ഭവാനിയും വലിയ വേലായുധനും അപ്രകാരം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3 ആനകളും ഗൃഹത്തിൻ്റെ കിഴക്ക് വശത്തെ മുറ്റത്ത് നിരന്നു നിന്നു. തലേ ദിവസം രാത്രിയിൽ ആ ഗൃഹത്തിൽ ചെറിയൊരു വിശേഷമുണ്ടായി. അതും കൂടി വ്യക്തമാക്കണമല്ലോ. അതെന്തെന്നാൽ സർവാധികാരിക്കാരുടെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. സർവാധികാരക്കാരദ്ദേഹം ആ സ്ത്രീയുടെ അടുക്കൽ ചെന്ന്, എന്നെ വന്ദിക്കുന്നതിനായി നാളെ കാലത്ത് 3 ആനകൾ ഇവിടെ വരും. ഒന്ന് നമ്മുടെ ചന്ദ്രശേഖരൻ തന്നെ, പിന്നെ ഒന്ന് പിടിയും, മറ്റൊന്ന് അരിപ്പാട്ട് പതിവായുള്ള എഴുന്നള്ളത്തിനു നിർത്തിയിരിക്കുന്ന വലിയ വേലായുധനുമായിരിക്കും. ഒരു പാത്രത്തിൽ 36 ഇടങ്ങഴി, വേറെ 2 പാത്രങ്ങളിൽ 24 ഇടങ്ങഴി വീതവും അരിയിട്ട് അതിനു വേണ്ടുന്ന ശർക്കരയും നാളികേരവും നെയ്യും ചേർത്ത് പായസം വെച്ച് അതും 3 പാത്രങ്ങളിൽ പ്രത്യേകം പാനകം കലക്കി അതും ആനകൾക്ക് കൊടുക്കണം. 36 ഇടങ്ങഴി അരി കൊണ്ടുള്ള പായസം ചന്ദ്രശേഖരനുള്ളതാണെന്ന് അറിയാമല്ലോ. ഈ ആനകളെ കാണാനും മറ്റുമായി വിശേഷാൽ വന്നുകൂടുന്നവർക്ക് ചതുർവിഭവങ്ങളോടുകൂടി ഭക്ഷണം കൊടുക്കുകയും വേണം എന്നു പറഞ്ഞായിരുന്നു ആ സ്വപ്നം. വെറുതെ ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയില്ലെന്നും അത് സർവാധികാര അദ്ദേഹം പറഞ്ഞത് തന്നെയാണെന്നും വിശ്വസിച്ച് ആ വീട്ടുകാർ ഇപ്രകാരം എല്ലാം തയ്യാറാക്കി വച്ചിരുന്നു. സർവാധികാരക്കാരൻ്റെ 3ാമത്തെ പുത്രൻ ചിലപ്പോൾ അച്ഛൻ്റെ ബാധ കയറാറുണ്ട്. അങ്ങനെ അദ്ദേഹം തുള്ളുകയും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. അന്നവിടെ ആനകൾക്കുള്ള പായസവും വിശേഷാൽ വരുന്നവർക്കുള്ള സദ്യയുടെ വിഭവങ്ങളുമെല്ലാം കാലമായി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ കലി കൊണ്ടെന്ന പോലെ കുളിച്ചു വന്നു. അപ്പോഴേക്കും അവിടെ പതിവ് പോലെ ഭസ്മം, ചന്ദനം, കട്ടിമുണ്ട്, കവണിമുണ്ട് മുതലായവയെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. കുളിച്ച് തുള്ളിക്കൊണ്ടുവന്ന മനുഷ്യൻ ഭസ്മവും ചന്ദനവും ധരിച്ച് കട്ടിയും കവണയും എടുത്ത് ഒരു കസേരയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് മുറക്കിരുന്നു. അപ്പോഴേക്ക് ഒരാൾ വിശറിയെടുത്ത് പിറകിൽ നിന്നും വീശി തുടങ്ങി. ഉടനെ ഒരാൾ വെറ്റില നൂറ് തേച്ച് കൊടുത്തു തുടങ്ങി. മറ്റൊരാൾ അടയ്ക്ക നുറുക്കി കൊടുത്തു തുടങ്ങി. വേറൊരാൾ പുകയില മുറിച്ചു കൊടുത്തു. ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അതൊക്കെ വാങ്ങി മുറുക്കി തുടങ്ങി. അപ്പോഴേക്കും അവിടെ ഒരു വലിയ കോളാമ്പി ഒരാൾ കൊണ്ടുവന്ന് വെച്ചു. അധിവാസം കൊണ്ടിരിക്കുന്നയാൾ കൂടെ തുപ്പുകയും പിന്നെയും മുറുക്കുകയും മുറയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ മനുഷ്യനെ കണ്ടാൽ സാക്ഷാൽ കുഞ്ചിക്കുട്ടിപ്പുള്ള സർവാധികാരിക്കാർ തന്നെയാണെന്ന് തോന്നുമായിരുന്നു. അപ്പോഴേക്കും കാർത്തികപ്പള്ളി തഹസീൽദാർ മുതലായ അനേകം ആളുകൾ അവിടെ ചെന്നുകൂടി. ആകപ്പാടെ ഇതെല്ലാം കണ്ട് ചന്ദ്രശേഖരൻ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു തുടങ്ങി. ഇത് കണ്ട് ഭവാനിയും വലിയ വേലായുധനും കരഞ്ഞു തുടങ്ങി. അപ്പോൾ ആ തുള്ളിക്കൊണ്ടിരുന്ന മനുഷ്യൻ, എൻ്റെ കുട്ടികൾ ഒട്ടും വ്യസനിക്കേണ്ട, നിങ്ങളെ കാണാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ കുട്ടികൾ അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു. ഉടനെ ചന്ദ്രശേഖരൻ വിനയത്തോടുകൂടി അടുത്ത് ചെന്ന് ആ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നമസ്കരിച്ചു. പിന്നാലെ ഭവാനിയും വലിയ വേലായുധനും ചെന്നു അപ്രകാരം ചെയ്തു. ആ മനുഷ്യൻ വാത്സല്യപൂർവ്വം 3 ആനകളെയും തുമ്പിക്കൈ തൊട്ട് തലോടിയിട്ട് ചന്ദ്രശേഖരനോട്, ചന്ദ്രശേഖര,
നീ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഇവിടെ കൊടുക്കാതെ പോകുന്നത് ശരിയല്ല. അതിനാൽ ഇതാ ഇവിടെ എന്ന് പറഞ്ഞ് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ചന്ദ്രശേഖരൻ ആ സ്ഥലത്തു ചെന്ന് കുനിഞ്ഞ് കൊമ്പുകൊണ്ട് കുത്തി മണ്ണിളക്കി മറിച്ചു. അപ്പോൾ മണ്ണോടുകൂടി ഒരു പിച്ചള ചെല്ലം ഇളകി വന്നു. ചന്ദ്രശേഖരൻ ചെല്ലമെടുത്ത് തുള്ളിക്കൊണ്ടിരുന്ന മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. ആ മനുഷ്യൻ ആ ചെല്ലം തുറന്ന് അതിലുണ്ടായിരുന്ന ചെറിയ താളിയോല ഗ്രന്ഥമെടുത്തു കൊച്ചുരാമ വൈദ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, നിനക്ക് പ്രായമാകുന്നതിന് മുൻപ് ഞാൻ ഭൂലോകവാസം വെടിഞ്ഞു പോയതിനാൽ ഇതു നിൻ്റെ കയ്യിൽ തരുന്നതിന് എനിക്ക് തരമായില്ല. ഞാൻ നിൻ്റെ അമ്മയുടെ കയ്യിൽ നിനക്കു തരാനായി ഏൽപ്പിച്ചിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അവ നിമിത്തമാണല്ലോ നീ ഈ സ്ഥിതിയിലായതും കാലക്ഷേപം ചെയ്തു പോരുന്നതും. അവ കൊണ്ട് പോരാത്തതെല്ലാം ഇതിലുണ്ട്. ഇതിൽ പറയപ്പെട്ടിരിക്കുന്നതെല്ലാം കഠിന പ്രയത്നങ്ങളാണ്. അവയിലൊന്നും സാധാരണയായി ചെയ്തു പോകരുത്. വേറെ നിവൃത്തിയില്ലാതെയും അത്യാവശ്യമായും വന്നാൽ നല്ലതുപോലെ ആലോചിച്ചു മാത്രമേ ഇതിലുള്ള ഓരോന്നും ചെയ്യാവൂ. ഈ ഗ്രന്ഥം എനിക്ക് എൻ്റെ ഗുരുനാഥനായ തേവലശ്ശേരി നമ്പി അദ്ദേഹം തന്നതാണ്. ഇത് കൈമോശം വരാതെ നല്ലതുപോലെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ആനകളെ മുറയ്ക്ക് നിർത്തുവാൻ ആജ്ഞാപിച്ചു. ചന്ദ്രശേഖരനെ നടുക്കും ഭവാനിയെ അവൻ്റെ ഇടതുവശത്തും വലിയ വേലായുധനെ വലതുവശത്തും നിർത്തി യഥാക്രമം അവയ്ക്കുള്ള പായസവും ധാരാളമായി പാനകവും കൊടുപ്പിക്കുകയും വന്നിരിക്കുന്നവർക്കൊക്കെ യഥായോഗ്യം ഭംഗിയായി ഭക്ഷണം കൊടുക്കുന്നതിന് ചട്ടം കെട്ടുകയും ചെയ്തതിൻ്റെ ശേഷം ആ മനുഷ്യൻ കൊച്ചുരാമ വൈദ്യനോട് വീണ്ടും പറഞ്ഞു, ഈ ചന്ദ്രശേഖരനും വേലായുധനും ഒരു മലയിൽ തന്നെ ജനിച്ച് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. വലിയ വേലായുധൻ കുഴിയിൽ വീണു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രശേഖരൻ കുഴിയിൽ വീണത്. വലിയ വേലായുധൻ വീണ കുഴി തിരുവിതാംകൂറിൽ തന്നെയായിരുന്നു. ചന്ദ്രശേഖരൻ വീണ കുഴി മുക്കാലും തിരുവിതാംകൂറിലും കാൽഭാഗം കൊച്ചി രാജ്യത്തുമായിരുന്നു. അതിനാൽ ഇവനെ കൊച്ചി സർക്കാർ ആളുകൾ കുഴിയിൽ നിന്നും കയറ്റിക്കൊണ്ടുപോയി കൈവശപ്പെടുത്തി. പിന്നെ മഹാരാജാവ് തിരുമനസ്സിലെ കൽപ്പന പ്രകാരം ഇവനെ അവിടെ നിന്നും ഉപായത്തിൽ കൊണ്ടുപോകുന്നത് ഞാനാണ്. ഇവരുടെ ബാല്യകഥകൾ ഒന്നും ഇപ്പോഴും ഇവൻ മറന്നിട്ടില്ല. അതിനാലാണ് അവർ കണ്ടപ്പോൾ പരസ്പരം അറിഞ്ഞതും ഇപ്പോഴും സ്നേഹിതരായി നിൽക്കുന്നതും. എനിക്കും ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധം നീയും അറിഞ്ഞിരിക്കേണ്ടതാകയാൽ ഞാൻ ഇത്രയും പറഞ്ഞതാണ്. ഇനി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് പൂമുഖത്ത് പോയി കിടന്നു. ആ മനുഷ്യനും ബോധം വീണത് പിന്നെ 3.25 നാഴിക കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും അവിടെ കൂടിയിരുന്നവരെല്ലാം പിരിയുകയും ആനക്കാർ ആനകളെ കൊണ്ട് പോവുകയും ചെയ്തിരുന്നു. അന്ന് ഹരിപ്പാട്ട് ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ആറാട്ടായിരുന്നല്ലോ. അന്നത്തെ എഴുന്നള്ളിപ്പും തലേ ദിവസത്തേക്കാൾ ഭംഗിയായിരുന്നു. ചന്ദ്രശേഖരൻ്റെ പുറത്ത് ഹരിപ്പാട്ട് ദേവനെ എഴുന്നള്ളിച്ച് നടുവിലും ഭവാനിയുടെ പുറത്ത് ഭഗവതിയെ എഴുന്നള്ളിച്ച് ഇടതുവശത്തും വലിയ വേലായുധൻ്റെ പുറത്ത് ഒരു ഉപദേവനെ എഴുന്നള്ളിച്ച് വലതുവശത്തും നിർത്തിയിരുന്നു. അന്നത്തെ എഴുന്നള്ളിപ്പ് ഭവാനിക്കും വലിയ വേലായുധനും പൊക്കം ഒരേപോലെ ആയിരുന്നു. ചന്ദ്രശേഖരന് ഈ 2 ആനകളെയും കാൾ 1 മുഴം പൊക്കം അധികവുമായിരുന്നു. അങ്ങനെയായാലാണല്ലോ എഴുന്നള്ളിപ്പിൻ്റെ ഭംഗി തികച്ചിൽ വരുന്നത്. എന്നാൽ അന്നും ഒരു ന്യൂനതയുണ്ടായിരുന്നു. അത് ചന്ദ്രശേഖരനെ കെട്ടിച്ച തലയിൽ കെട്ടിനു വലിപ്പം പോരായിരുന്നു എന്നുള്ളതാണ്. വലിയ വേലായുധൻ അക്കാലത്തുണ്ടായിരുന്ന ആനകളെക്കാളെല്ലാം വലുതായിരുന്നു. അങ്ങനെ ഇരുന്ന ആ ആനയ്ക്ക് കെട്ടിയാൽ കണ്ണ് മൂടി പോകുമെന്നുള്ളതിനാൽ കെട്ടിവയ്ക്കാതെ വെറുതെ വെച്ചതായിരുന്നു അരിപ്പാട്ടെ വലിയ സ്വർണ്ണ തലക്കെട്ട്. ആ തലക്കെട്ടിൽ തന്നെയായിരുന്നു ചന്ദ്രശേഖരനെ അണിയിച്ചിരുന്നത്. എന്നിട്ടും ചന്ദ്രശേഖരന് പാകമാകുന്നതിനു 8 അങ്കുലം വീതിയും 16 അങ്കുലം നീളവും കൂടി വേണ്ടിയിരുന്നു. എന്നാൽ ഈ ന്യൂനത അരിപ്പാട്ട് മാത്രമുണ്ടായി എന്നല്ല,
അമ്പലപ്പുഴ, ആറന്മുള, വൈക്കം മുതലായ മഹാക്ഷേത്രങ്ങളിലെ വലിയ തലയിൽ കെട്ടുകളായാലും ചന്ദ്രശേഖരനെ കെട്ടിച്ചാൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കാറുള്ളത്. അരിപ്പാട്ട് ഉത്സവം കഴിഞ്ഞതിൻ്റെ ശേഷം അരിപ്പാട്ട് നിന്നും 2-3 നാഴിക തെക്ക് മുതുകുളം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന മൂലയ്ക്കൽ പിള്ള എന്നൊരാൾ ചെന്ന് ചന്ദ്രശേഖരനെ ഒന്ന് സൽക്കരിക്കുന്നതിനായി അയാളുടെ വീട്ടിൽ കൊണ്ടുചെന്നാൽ കൊള്ളാമെന്ന് രാമശാരോട് പറഞ്ഞു. അതനുസരിച്ച് രാമശാരും കേശവനും ചന്ദ്രശേഖരനെയും ഭവാനിയെയും കൊണ്ട് അവിടെ പോയിരുന്നു. വിരുന്നു സൽക്കാരം ബഹുകേമമായിരുന്നു. ചന്ദ്രശേഖരനും ഭവാനിക്കും തീറ്റയ്ക്ക് തെങ്ങിൻപട്ട കൂടാതെ പഴക്കുല, നാളികേരം, പായസം മുതലായവയും ധാരാളമായി കൊടുത്തു. രാമശാരുടെയും കേശവൻ്റെയും ഊണിൻ്റെ വട്ടവും കേമമായിരുന്നു. മൂലയ്ക്കൽ പിള്ള ചന്ദ്രശേഖരനെ ക്ഷണിച്ചു. ഇപ്രകാരം സൽക്കരിച്ചതിന് കാരണമുണ്ടായിരുന്നു. മൂലയ്ക്കൽ പിള്ള കുഞ്ചുകുട്ടിപ്പിള്ള സർവാധികാര അദ്ദേഹത്തിൻ്റെ ഒരു ആത്മമിത്രമായിരുന്നു. ചന്ദ്രശേഖരൻ സർവാധികാരിക്കാർ അദ്ദേഹത്തിൻ്റെ വാത്സല്യ ഭാജനമായിരുന്നല്ലോ എന്നു മാത്രമല്ല, സർവാധികാർ അദ്ദേഹം ഒടുക്കം ദിക്ക് വിട്ടു പോയപ്പോൾ മൂലയ്ക്കൽ പിള്ളയുടെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണപ്പിടി വാളും മറ്റും പിള്ളയെ ഏൽപ്പിച്ചു കൊടുക്കുകയും ഞാൻ തിരിച്ചു വന്നെങ്കിൽ ഇവയെല്ലാം തിരികെത്തരണം, വന്നില്ലെങ്കിൽ നിങ്ങൾക്കെടുക്കാം എന്ന് പറയുകയും ചെയ്തിട്ടാണ് പോയത്. സർവാധികാര അദ്ദേഹം തിരിച്ചു വരായക കൊണ്ട് ആ സാധനങ്ങളെല്ലാം ആ പിള്ളയ്ക്ക് കിട്ടി. ആ സ്വർണ്ണപ്പിടിവാൾ മൂലയ്ക്കൽ പിള്ളയുടെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അന്ന് ആ പിള്ള ആ സ്വർണ്ണപ്പിടിവാളെടുത്ത് ചന്ദ്രശേഖരനെ കാണിക്കുകയും അവൻ ഏറ്റവും ദുഃഖത്തോടുകൂടി മുട്ടുകുത്തി നമസ്കരിക്കുകയും ചെയ്തു. 3 ദിവസം സുഖമായിട്ട് അവിടെ താമസിച്ചതിൻ്റെ ശേഷം 4-ാം ദിവസം ചന്ദ്രശേഖരൻ അവിടെ നിന്നും യാത്രയായി. അപ്പോഴും പിള്ള ചന്ദ്രശേഖരനും ഭവാനിക്കും പഴക്കുല മുതലായവ കൊടുക്കുകയും രാമശാർക്കും കേശവനും മുണ്ടും നേരിയതും സമ്മാനിക്കുകയും ആ മുസ്ലിം സ്ത്രീക്ക് കൊടുക്കുന്നതിന് 3.5 രൂപ രാമശാരെ ഏൽപ്പിക്കുകയും ചെയ്ത് സന്തോഷിപ്പിച്ചയച്ചു. മൂലയ്ക്കൽ പിള്ളയുടെ വീട്ടിൽ നിന്നും പോയ വഴിക്ക് പിന്നെയും ചന്ദ്രശേഖരൻ നാടാലയ്ക്കൽ കയറി. ഭവാനിയും ആനക്കാരന്മാരും കൂടെ ഉണ്ടായിരുന്നുവെന്നുള്ളത് പറയണമെന്നല്ലോ. കൊച്ചുരാമ വൈദ്യർ അപ്പോഴും ചന്ദ്രശേഖരനും ഭവാനിക്കും പഴക്കൊലയും മുതലായവയും ആനക്കാർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും വഴിച്ചിലവിന് വേണ്ട പണവും ആ മുസ്ലിം സ്ത്രീയുടെ കാര്യം രാമശാർ പറഞ്ഞറിയിക്കുകയാൽ അവർക്ക് കൊടുക്കുന്നതിന് പ്രത്യേകം 5 രൂപയും കൊടുത്തു. ചന്ദ്രശേഖരൻ അപ്പോഴും സർവാധികാര അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് 3 പ്രദക്ഷിണം വെച്ച് മുട്ടുകുത്തി നമസ്കരിച്ചിട്ട് അപ്പോൾ തന്നെ പുറപ്പെടുകയും 4 ദിവസം കൊണ്ട് ഭവാനി, രാമശാർ, കേശവൻ എന്നിവരോടുകൂടി സസുഖം കൊട്ടാരക്കര ചെന്നു ചേരുകയും ചെയ്തു. ചന്ദ്രശേഖരൻ 2-3 മാസത്തേക്ക് സ്വസ്ഥാനം വിട്ട് എവിടെയോ പോയിരുന്നു എന്നും പിന്നെ ഒരു പിടിയാനയെയും കൊണ്ട് മടങ്ങി വരികയും എന്നും തിരികെ വന്നും എന്നും മുമ്പ് പറഞ്ഞുവല്ലോ. എന്നാൽ ചന്ദ്രശേഖരൻ പോയത് ഈ പിടിയാനെ കൊണ്ടുവരാനായിട്ടല്ലായിരുന്നു. അവൻ പോയതിൻ്റെ കാരണം വേറൊന്നായിരുന്നു. അതോടുകൂടി ഈ പിടിയാനെയും കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. ചന്ദ്രശേഖരൻ സംസ്ഥാനം വിട്ടു പോയതിൻ്റെ വാസ്തവം ഇപ്രകാരമാണ്. മുൻകാലങ്ങളിൽ കൊട്ടാരക്കര നിന്നും ചെങ്കോട്ടയ്ക്ക് പോകുന്നതിന് പത്തനാപുരം, ആര്യങ്കാവ് മുതലായ സ്ഥലങ്ങളിൽ കൂടി ഒരു 3 അടി പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെ കാട്ടാന, കടുവ, കരടി മുതലായ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ വനാന്തരങ്ങളിൽ കൂടിയായിരുന്നു. പത്തനാപുരത്തു നിന്നും പുറപ്പെട്ടാൽ മനുഷ്യർക്ക് അഭയസ്ഥാനമായിട്ടു 14 നാഴിക കിഴക്ക് കഴുതുരുട്ടി എന്ന സ്ഥലത്തുള്ള ഒരു ഊട്ടുപുര മാത്രമേ മുൻപുണ്ടായിരുന്നുള്ളൂ. മുൻകാലങ്ങളിൽ ചെങ്കോട്ടയ്ക്ക് പോകുന്നവർ പത്തനാപുരത്തു നിന്ന് പുറപ്പെട്ടാൽ കഴുതയുരുട്ടിയിൽ ചെന്ന് ഊണ് കഴിച്ച് ഉടനെ പുറപ്പെട്ട് വൈകുന്നേരം ആര്യങ്കാവിലെത്തി താമസിക്കുകയും പിറ്റേ ദിവസം അവിടെ നിന്ന് പോയി ചെങ്കോട്ടയ്ക്കെത്തുകയുമായിരുന്നു പതിവ്. വഴിയുടെ ഭയങ്കരത്വം നിമിത്തം 10-15 പേരൊരുമിച്ചല്ലാതെ അക്കാലത്ത് അതിലേ പോകാറില്ല.
എന്നാൽ തന്നെയും പ്രാണഭീതിയോടു കൂടിയാണ് മനുഷ്യർ അതിലേ പോകുന്നത്. ഒരു കാലത്ത് ആര്യങ്കാവിനും കഴുതയുരുട്ടിക്കും മധ്യേയുള്ള കൊടുങ്കാട്ടിൽ കൊലക്കൊമ്പനും ഒറ്റയാനും ആയ ഒരു വലിയ കാട്ടാന വന്നു ചേർന്നു. ആ ആന അതിലേ പോകുന്ന വഴിപോക്കരെ പല വിധത്തിൽ ഉപദ്രവിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ ഏതാനും പരദേശ ബ്രാഹ്മണർ കൊട്ടാരക്കര വരാനായി ചെങ്കോട്ടയിൽ നിന്ന് പുറപ്പെട്ടു. ആര്യങ്കാവ് കഴിഞ്ഞ് സ്വൽപ്പം പടിഞ്ഞാറോട്ട് വന്നപ്പോൾ മേൽപ്പറഞ്ഞ കൊമ്പൻ കാടും പടലുമാകെ തകർത്തുകൊണ്ട് പാഞ്ഞു വരുന്നത് കണ്ടു. അവർ പ്രാണഭീതിയോടുകൂടി ഓടിത്തുടങ്ങി. അവരുടെ പിന്നാലെ ആനയുമെത്തി. ആയുർബലം കൊണ്ടും ഈശ്വരകാരുണ്യത്താലും ആ ബ്രാഹ്മണർ ആ കൊലക്കൊമ്പൻ്റെ കയ്യിൽപ്പെടാതെ ഓടി ഓടി ഒരു വിധത്തിൽ കഴുതയുരുട്ടിയിലുള്ള ഊട്ടുപുരയിൽ ചെന്നെത്തി. അതിൽ പിന്നെയാണ് അവരുടെ ശ്വാസം വീണത്. ആ ഊട്ടുപുരയിൽ കയറിയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. ദുഷ്ടമൃഗങ്ങളെ ഭയപ്പെട്ട് ഊട്ടുപുരയുടെ ചുറ്റും വലിയ കിടങ്ങും ആ കിടങ്ങിൻ്റെ അകവശത്ത് തടികൾ കൊണ്ട് ഏറ്റവും ബലത്തോടു കൂടിയ അഴികളും ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് കിടങ്ങ് കിടന്ന് ഊട്ടുപുരയിൽ ചെല്ലുന്നതിന് ഒരു തടിപ്പാലവും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒറ്റത്തടി പാലത്തിൽ മേൽ കൂടി മനുഷ്യർക്കല്ലാതെ മൃഗങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ പറ്റില്ലായിരുന്നു. ഒരിക്കൽ ഒരു കരടി ആ ഊട്ടുപുരയിൽ നിന്ന് ഒരു ബ്രാഹ്മണനെ പിടിച്ചുകൊണ്ടുപോയി. അതിൽ പിന്നെയാണ് അവിടെ കിടങ്ങും അഴിയും ഒക്കെ ഉണ്ടാക്കിയത്. ബ്രാഹ്മണർ ഊട്ടുപുരയിൽ എത്തിയപ്പോഴേക്കും കാട്ടാന കിടങ്ങിൻ്റെ മറുകരയിൽ എത്തിക്കഴിഞ്ഞു. ആന കോപത്തോടുകൂടി പാലം വലിച്ചു കളഞ്ഞു. അവിടെ നിന്നുകൊണ്ട് 2-3 പ്രാവശ്യം വലിയ ശബ്ദം പുറപ്പെടുവിച്ചു. കിടങ്ങിനപ്പുറം കടക്കാൻ ആ കൊമ്പനാനയ്ക്ക് കഴിഞ്ഞില്ല. എങ്കിലും അവൻ അവിടെ നിന്ന് കൊലവിളിയിങ്ങ് നടത്തിക്കൊണ്ടിരുന്നു. ആ കൊലകൊമ്പൻ ഇച്ഛാഭംഗത്തോടെ പിന്നെ മടങ്ങിപ്പോയി. എങ്കിലും ആ ബ്രാഹ്മണർക്കും ഊട്ടുപുരയിൽ ഉണ്ടായിരുന്ന മറ്റു വഴിപോക്കർക്കും അവിടെ സ്ഥിരതാമസക്കാരായ ഭരിപ്പുകാർക്കും മുതലായവർക്കും ഭയം നിമിത്തം അന്ന് രാത്രിയിൽ ഉറക്കം നേരെ വന്നില്ല. എല്ലാവരും അത്താഴം കഴിച്ച് വാതിലുമടച്ച് കിടന്നു. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടും ആ ബ്രാഹ്മണർക്ക് അവിടെ നിന്നും പോകുവാൻ ധൈര്യമുണ്ടായില്ല. അവർ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടേ അവിടെ നിന്നും പോയുള്ളൂ. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ആ ബ്രാഹ്മണർ കൊട്ടാരക്കര എത്തി. ഉടനെ കുളിച്ച് അവർ ഗണപതിയുടെ നടയിൽ ചെന്ന് നിന്ന്, അല്ലയോ ഭഗവാനേ വിഘ്നേശ്വര, ഒരു കൊമ്പനാനയുടെ ഉപദ്രവം നിമിത്തം മനുഷ്യർക്ക് ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുന്നതിനും കിഴക്കുള്ളവർക്ക് ഇങ്ങോട്ട് വരുന്നതിനും നിവൃത്തിയില്ലാതായിരിക്കുന്നു. ഇതിനു ഭഗവാൻ തന്നെ ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം. ഇവിടെ വിചാരിച്ചാൽ ഇതിന് യാതൊരു പ്രയാസവുമില്ല. ചന്ദ്രശേഖരനെ ഇവിടെ നിന്ന് അയച്ചാൽ മതി. അവൻ ചെന്ന് ആ കൊലക്കൊമ്പൻ്റെ കഥ കഴിച്ചു വരും. അതിനാൽ അതിലേക്ക് കൃപയുണ്ടാകണം എന്ന് സങ്കടത്തോടുകൂടി മനസ്സിരുത്തി ഭക്തിപൂർവം പ്രാർത്ഥിച്ചു. അതിനാൽ ആ ഗണപതി ഭഗവാൻ തോന്നിച്ചിട്ട് ആ കാട്ടാനയെ കൊല്ലാനായിട്ടാണ് ചന്ദ്രശേഖരൻ പോയിരുന്നത്. അന്ന് അതിനായി കാട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ആ പിടിയാനയുമായി പരിചയപ്പെടുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുകയാൽ ചന്ദ്രശേഖരൻ ആ പ്രണയിനിയെ കൂടി കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. ചന്ദ്രശേഖരൻ കാട്ടാനയെ കൊല്ലാനായി പോയിട്ട് കഴുതയിരുട്ടിയിൽ നിന്ന് സ്വൽപ്പം കിഴക്കോട്ട് ചെന്ന് വഴിയിൽ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ ഒന്ന് കൂവി. അത് കേട്ട് ആ കാട്ടാനയും കൂവി. ചന്ദ്രശേഖരൻ പിന്നെയും കൂവി. അപ്പോൾ കാട്ടാന ഏറ്റുകൂവി. ചന്ദ്രശേഖരൻ 3ാമത് കൂവിയപ്പോഴേക്കും കാട്ടാന അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. ഉടനെ അവർ തമ്മിൽ യുദ്ധവും ആരംഭിച്ചു. വഴിയിൽ നിന്നുകൊണ്ട് അവർ തമ്മിലുണ്ടായ ആ യുദ്ധം ഏറ്റവും ഭയങ്കരമായിരുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകുന്നതിനായി 2 ഭാഗത്തും വന്നുകൂടിയ ഏറിയൊരു ജനങ്ങൾ ദൂരെ മാറി നിന്നുകൊണ്ട് വലിയ മരങ്ങളിലും മറ്റും കയറിയിരുന്നതുകൊണ്ടും ആ യുദ്ധരംഗം കണ്ട് ഭയപ്പെടുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. ആ യുദ്ധകാലത്ത് പേടിച്ച് ആരും ആ വഴിയെ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ പോവുകയുണ്ടായില്ല. ആ ആനകൾ തമ്മിൽ കൊമ്പുകൾ കൂട്ടിയിടിച്ച് അടിക്കുകയും ശബ്ദം വളരെ ദൂരം
കേൾക്കാമായിരുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ കാട്ടാന പിന്തിരിഞ്ഞ് കാട്ടിലേക്ക് ഓടി. പിന്നാലെ ചന്ദ്രശേഖരൻ ഓടി. പിന്നത്തെ കഥയൊന്നും ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. അനന്തരം 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചന്ദ്രശേഖരൻ കഴുതയുരുട്ടിയിലുള്ള ഊട്ടുവരിയുടെ സമീപത്ത് കിടങ്ങിൻ്റെ മറുകരയിൽ വന്നു നിന്ന് ഉറക്കെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ട് ഭയപ്പെട്ട് ഭരിപ്പുകാർ മുതലായവർ മുമ്പ് ബ്രാഹ്മണരെ ഓടിച്ചു കൊണ്ടുവന്ന കാട്ടാനയായിരിക്കുമെന്ന് വിചാരിച്ച് കിടങ്ങിൻ്റെ ഇക്കര നിന്ന് കൊണ്ടു നോക്കി. അപ്പോൾ അത് കാട്ടാനയല്ലെന്നും ചന്ദ്രശേഖരനാണെന്നും അവർക്ക് മനസ്സിലായി. ചന്ദ്രശേഖരനെ കണ്ട് അവർക്കൊക്കെ നല്ല പരിചയമുണ്ടായിരുന്നു. ചന്ദ്രശേഖരനെ രാമശാർ പലപ്പോഴും കൊണ്ടു ചെല്ലുകയും ആ സമയങ്ങളിലെല്ലാം ചന്ദ്രശേഖരന് ഊട്ടുപുരയിൽ നിന്ന് ചോറും മറ്റും കൊടുക്കുകയും ചെയ്തിരുന്നു. അതോർത്താണ് അവൻ അവിടെ ചെന്ന് വിളിച്ചത്. കാട്ടാനയുമായുള്ള യുദ്ധം തുടങ്ങിയതിൽ പിന്നെ അവൻ ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല. അതിനാലാണിപ്പോൾ ചന്ദ്രശേഖരന് വിശപ്പും ദാഹവും കലശലായിട്ടുണ്ടായിരുന്നത്. അവൻ വളരെ ക്ഷീണിക്കുകയും ചെയ്തിരുന്നു. ചന്ദ്രശേഖരൻ്റെ പാരവിഷ്യം കണ്ട് ഭരിപ്പുകാർ, ചന്ദ്രശേഖര, നീ കുറച്ച് ദൂരെ മാറി നിന്നാൽ നിനക്ക് വെള്ളവും ചോറും തരാം എന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ചന്ദ്രശേഖരൻ മാറി നിന്നു. ഭരിപ്പുകാർ, ഭൃത്യന്മാർ ചന്ദ്രശേഖരന് മതിയാകത്തക്കവണ്ണം ചോറും വെള്ളവും പാലത്തിന്മേൽ കൂടി കിടങ്ങിൻ്റെ മറുകരയിൽ കൊണ്ടുവന്ന് കൊടുത്തു. ചന്ദ്രശേഖരൻ ചോറും തിന്ന് വെള്ളവും കുടിച്ച് വയർ നിറച്ചുകൊണ്ടാണ് പിടിയാനയോടുകൂടി കൊട്ടാരക്കര ചെന്നു ചേർന്നത്. പിന്നെ ആ കാട്ടാനയെ ആ ദിക്കിലെങ്ങും കാണാത്തതിനാൽ വഴിപോക്കർ യഥാപൂർവം ആ വഴിയെ സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്തു. ചന്ദ്രശേഖരൻ പിടിയാനയോടുകൂടി കൊട്ടാരക്കരയിലെത്തി ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും വഴിക്കാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന കാട്ടാനയെ ചന്ദ്രശേഖരൻ കുത്തിക്കൊന്നു ജനോപദ്രവം തീർത്തിരിക്കുന്നു എന്നുള്ള വർത്തമാനം സർവത്ര പ്രസിദ്ധമായി. അനന്തരം 5-6 മാസം കഴിഞ്ഞപ്പോൾ ആര്യങ്കാവിനും കഴുതയുരുട്ടിക്കും മധ്യേയുള്ള കൊടുങ്കാട്ടിൽ ഒരു വലിയ ആനയുടെ അസ്ഥികൂടവും കൊമ്പും കിടക്കുന്നതായി പത്തനാപുരം തഹസീൽദാർക്ക് അറിവ് കിട്ടി. ഈ വർത്തമാനം അറിഞ്ഞപ്പോൾ ഈ അസ്ഥികൂടവും കൊമ്പുകളും ചന്ദ്രശേഖരൻ കുത്തിക്കൊന്ന കാട്ടാനയുടേതാണെന്ന് തഹസീൽദാർ തീർച്ചപ്പെടുത്തി. ഈ കൊമ്പുകളെടുത്ത് സർക്കാരിൽ ഏൽപ്പിക്കേണ്ടത് അത്യാവശ്യമാകിയാൽ അവ കിട്ടുന്ന സ്ഥലത്ത് പോകണമെന്നും അദ്ദേഹം നിശ്ചയിച്ചു. എന്നാൽ അവ കിടക്കുന്നത് എവിടെയാണെന്ന് അറിയാതെ പോയാൽ എങ്ങനെയാണെന്നുള്ള സംശയവും ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിൽ സഞ്ചരിക്കാനുള്ള ഭയവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി. ഇതിനെക്കുറിച്ച് വളരെ നേരം ആലോചിച്ചതിന് ശേഷം ചന്ദ്രശേഖരനെ വരുത്തി അവനോടുകൂടി പൊയ്ക്കളയാമെന്ന് ഒടുക്കം അദ്ദേഹം തീർച്ചപ്പെടുത്തി. ചന്ദ്രശേഖരൻ കൂടെയുണ്ടായിരുന്നാൽ പിന്നെയും ദുഷ്ടമൃഗങ്ങളെ ഭയപ്പെടാനില്ല. കാട്ടാനയെ കൊന്നിട്ട സ്ഥലം അവൻ കാണിച്ചു തരികയും ചെയ്തു എന്നായിരുന്നു തഹസീൽദാരുടെ വിശ്വാസം. അതിനാൽ അദ്ദേഹം രാമശാർ ചന്ദ്രശേഖരനോടുകൂടി പത്തനാപുരത്ത് ചെല്ലുന്നതിന് എഴുത്തയച്ചു. അതിനനുസരിച്ച് രാമശാർ ചന്ദ്രശേഖരനെയും കൊണ്ട് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ തഹസീൽദാർ താമസിക്കുന്ന വീട്ടിൻ്റെ പടിക്കലെത്തി. ഭവാനിയോടുകൂടി കേശവനും ഒരുമിച്ച് ഉണ്ടായിരുന്നു. തഹസീൽദാർ അദ്ദേഹം കാലത്ത് ഉണർന്നെഴുന്നേറ്റ് മുറ്റത്ത് വന്നപ്പോൾ ആദ്യം കണ്ടത് ചന്ദ്രശേഖരനെയാണ്. എന്നു കാഴ്ച കണ്ടത് ചന്ദ്രശേഖരനെയാണല്ലോ, ഇതൊരു സുദിനം തന്നെ, ഇനി കാര്യമെല്ലാം സഫലമാകും എന്നു മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ചന്ദ്രശേഖരനെയും ഭവാനിയെയും ഉടനെ വേണ്ടതുപോലെ പരിചരിച്ചു. അതിനുശേഷം തഹസിൽദാർ ചന്ദ്രശേഖരൻ്റെ അടുക്കൽ ചെന്ന്, ചന്ദ്രശേഖര, നീ ആ കാട്ടാനയെ കുത്തിക്കൊന്നിട്ടത് എവിടെയാണെന്ന് കാണിച്ചു തരണം, അതിനായിട്ടാണ് നിന്നെ ഞാനിവിടെ വരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട് ചന്ദ്രശേഖരൻ സമ്മതിച്ചതായി തലകുലുക്കുകയും ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഉടനെ തഹസിൽദാർ യാത്രയ്ക്കായി ഒരുങ്ങി പുറപ്പെട്ടു. അപ്പോൾ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നടനാലം മടക്കിയിരുന്നു. ചന്ദ്രശേഖരൻ മടക്കിയാലും മടക്കിയ മുൻകാലിന്മേലും പിന്നെയും ഒരു കയറ്റുഗോവണിപ്പടിയിന്മേൽ കൂടി ചവിട്ടിയെങ്കിലേ ചന്ദ്രശേഖരൻ്റെ കഴുത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ തലയുടെ ഉയർച്ച അത്രമാത്രമുണ്ടായിരുന്നു. അതിനാൽ ഒരു കയറ്റുഗോണി കൊണ്ടുവന്ന് കെട്ടി അതിൽ കയറിയാണ് തഹസീൽദാർ ചന്ദ്രശേഖരൻ്റെ പുറത്ത് കയറിയത്.
ഉടനെ ചന്ദ്രശേഖരൻ കിഴക്കോട്ട് നടന്നു തുടങ്ങി. ഭവാനിയുടെ പുറത്ത് കയറി രാമശാരും കേശവനും പിന്നാലെ പോയി. അവർ ഏകദേശം 11 മണിയായപ്പോഴേക്കും കഴുതയുരുട്ടിയിലെത്തി. വിചാരിച്ചിരിക്കാത്ത സമയത്ത് തഹസിൽദാർ ചെന്നു ചേർന്നത് കണ്ട് കാര്യമെന്തെന്നറിയാതെ ഭരിപ്പുകാരും മറ്റും ആദ്യം സ്വല്പമെന്ന് അന്ധാളിച്ചു. പിന്നെ കാര്യം മനസ്സിലാവുകയാൽ അവർക്ക് സമാധാനമായി. ഉടനെ അവർ ഊണ് കാലമാക്കി. തഹസീൽദാരും രാമശാരും കേശവനും ഊണ് കഴിച്ചു. തെങ്ങിൻപട്ട, ചോറ്, പഴക്കൊല മുതലായവ ചന്ദ്രശേഖരനും ഭവാനിക്കും ധാരാളമായി കൊടുക്കുകയും ചെയ്തു. ഉടനെ അവർ അവിടെ നിന്നും യഥാപൂർവം യാത്രയായി. പിന്നത്തെ യാത്ര വലിയ കൊടുങ്കാട്ടിൽ കൂടിയായിരുന്നു. ഏതെങ്കിലും വരുന്നതൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് തഹസിൽദാരും ആനക്കാരും ധൈര്യസമേതം ആനകളുടെ പുറത്തു തന്നെ ഇരുന്നു. എന്നാൽ തഹസിൽദാരുടെയും മറ്റും മേൽവള്ളികളുടെ അഗ്രം പോലും മുട്ടാതെ സൂക്ഷിച്ചാണ് ചന്ദ്രശേഖരനും ഭവാനിയും അവരെ കൊണ്ടുപോയത്. അങ്ങനെ പോയി ഒറ്റക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 6 നാഴിക കിഴക്കു വടക്കായി ഒരു സ്ഥലത്തു ചെന്നപ്പോൾ ചന്ദ്രശേഖരൻ അവിടെ നിന്നു. അപ്പോൾ അവിടെ മലയിൽ നിന്നൊഴുകുന്ന ഒരു തോട്ടിൽ ഒരു ആനയുടെ അസ്ഥികൂടവും കൊമ്പും കിടക്കുന്നത് തഹസീൽദാരും മറ്റും കണ്ടു. ചന്ദ്രശേഖരൻ ആ കൊമ്പുകൾ ഇളക്കിയെടുത്ത് ഒന്ന് ഭവാനിയുടെ കയ്യിൽ കൊടുത്തു, ഒന്ന് അവൻ തന്നെ വഹിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്നും തിരികെ യാത്രയായി. ആ കൊമ്പുകളുടെ വലിപ്പം അസാമാന്യമായിരുന്നു. ആ കൊമ്പുകൾക്ക് വലിയ കൊലയാനകളുടെ കൊമ്പുകളിൽ ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നു. അവർ ഏകദേശം 3 മണിയായപ്പോഴേക്കും തിരികെ കഴുതയുരുട്ടിയിലെത്തി. ആനക്കാരും അവിടെ ഇരുന്ന് കുറച്ചു നേരം വിശ്രമിച്ചു. ചന്ദ്രശേഖരനും ഭവാനിയും കുറേശ്ശെ വെള്ളം കുടിക്കുകയും ചെയ്തു. ആ ആനക്കൊമ്പുകൾ കണ്ടപ്പോൾ ഭരിപ്പുകാർ മുതലായവർക്ക് അവിടെ മുൻപും ചിലപ്പോൾ വരാറുള്ള വലിയ കാട്ടാനയെക്കുറിച്ച് ഓർമ്മ വരികയാൽ ആ ആനയെ സംബന്ധിച്ചുള്ള കഥകളെല്ലാം അവർ പറഞ്ഞു തഹസിൽദാരെ കേൾപ്പിച്ചു. അപ്പോൾ തന്നെ തഹസിൽദാർ ചന്ദ്രശേഖരൻ്റെ കഴുത്തിലും രാമശാരും കേശവനും ഭവാനിയുടെ പുറത്തും കയറി അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് രാത്രി 7 മണിയായപ്പോഴേക്കും പത്തനാപുരത്ത് തഹസിൽദാരുടെ വീട്ടിലെത്തി. അപ്പോഴേക്കും തഹസിൽദാർക്കും ആനക്കാർക്കും അത്താഴത്തിനും മറ്റും കാര്യങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു. ചന്ദ്രശേഖരനും ഭവാനിയും ആ ആനക്കൊമ്പുകൾ തഹസിൽദാരുടെ വീട്ടിൻ്റെ വരാന്തയിൽ കൊണ്ടുവച്ചിട്ട് മുറ്റത്ത് നിന്നു. തഹസിൽദാർ അത്താഴത്തിനിരുന്ന് ഉടനെ ആനക്കാർക്കും ചോറ് കൊടുക്കാൻ പറഞ്ഞു. അരിവയ്പ്പുകാർ അവരെ അത്താഴത്തിന് വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ ആനകളെ കൊണ്ടുപോയി തളച്ചു തീറ്റ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. ഉടനെ അയാൾ ചെന്ന് ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് അവൻ പോയില്ല. ഈ ആനക്കൊമ്പുകളുടെ അടുക്കൽ നിന്ന് പോകുവാൻ സമ്മതമില്ലാഞ്ഞിട്ടാണ് ചന്ദ്രശേഖരൻ ചെല്ലാത്തതെന്ന് രാമശാർക്ക് മനസ്സിലായി. അതിനാൽ അയാളും കേശവനും കൂടി പോയി തീറ്റയ്ക്കുള്ളത് വലിച്ചു മുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തിട്ട് അവരും അത്താഴത്തിന് പോയി. എല്ലാവരും അത്താഴം കഴിച്ചിട്ട് വന്നപ്പോൾ ആനകൾ രണ്ടും തീറ്റ തിന്നുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തഹസീൽദാർ പറഞ്ഞു, ഈ ആനകളെ തളയ്ക്കണ്ടായോ എന്ന് രാമശാരോട് ചോദിച്ചു. അതിനു മറുപടിയായിട്ട് രാമശാർ പറഞ്ഞു, ഒന്നും വേണ്ട, അവർ ഇവിടെ നിൽക്കുകയോ കിടക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊള്ളും, ഉപദ്രവമൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് തഹസീൽദാർ കിടക്കാൻ പോയി. തഹസീൽദാർ പുരയ്ക്കകത്തും ആനക്കാർ വരാന്തയിലും കിടന്നുറങ്ങി. ആനകൾ രണ്ടും തീറ്റ തിന്ന് കഴിഞ്ഞിട്ടും മുറ്റത്ത് കിടന്നു. ആനക്കൊമ്പുകൾ വരാന്തയിൽ തന്നെ ഇരുന്നതിനാൽ ചന്ദ്രശേഖരൻ ഉറങ്ങിയില്ല. ചന്ദ്രശേഖരൻ ഉറങ്ങാത്തതിനാൽ ഭവാനിക്കും ഉറക്കം വന്നില്ല. എങ്കിലും തഹസിൽദാരും ആനക്കാരും കിടന്നയുടനെ ഉറങ്ങി. അവർ പകൽ വളരെ നേരം ആനപ്പുറത്തിരുന്ന് ബുദ്ധിമുട്ടിയവരായിരുന്നല്ലോ. നേരം വെളുത്തപ്പോൾ രാമശാരും കേശവനും എണീറ്റ് യാത്രയ്ക്കായി തയ്യാറായി. അപ്പോഴേക്കും തഹസിൽദാർ അദ്ദേഹം ഉണർന്നെണീറ്റ് പുറത്തു വന്നു. ചന്ദ്രശേഖരനും ഭവാനിയും മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. രാമശാർ തഹസിൽദാർ അദ്ദേഹത്തെ വന്ദിച്ചിട്ട് ചന്ദ്രശേഖരനോട് പറഞ്ഞു, മകനെ ചന്ദ്രശേഖര, ഇനി നമുക്ക് കൊട്ടാരക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ചന്ദ്രശേഖരൻ അത് കേട്ടതായി ഭാവിക്കുക പോലും ചെയ്തില്ല. അതിനാൽ അപ്പോൾ പോകാൻ ചന്ദ്രശേഖരൻ സമ്മതമില്ലെന്ന് രാമശാർക്ക് മനസ്സിലായി. സമ്മതമുണ്ടായിരുന്നുവെങ്കിൽ അവൻ കുലുക്കുകയും സമ്മതമായി ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പതിവ്. ചന്ദ്രശേഖരൻ്റെ ഹിതം പോലെ അല്ലാതെ രാമശാർ ഒന്നും പ്രവർത്തിക്കാറില്ല. അതിനാൽ
അയാൾ വീണ്ടും എന്നാൽ ഇനി എപ്പോൾ പോകാം എന്ന് ചോദിച്ചു. അപ്പോൾ തഹസിൽദാർ അദ്ദേഹം ഈ കൊമ്പുകൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തിരുമുൻപാകെ കാഴ്ചവെച്ചതിന് ശേഷം അല്ലേ ചന്ദ്രശേഖര എന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്രശേഖരൻ സമ്മതിച്ചതായി തലകുലുക്കുകയും ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. പിന്നെ ഒട്ടും അമാന്തിക്കാതെ തഹസിൽദാരും ആനക്കാരും കുളിയും ഊണും കഴിക്കുകയും ചന്ദ്രശേഖരനെ ഭവാനിയെയും കുളിപ്പിച്ച് വയർ നിറയത്തക്കവണ്ണം തീറ്റ കൊടുക്കുകയും ചെയ്തിട്ട് അവരെല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് യാത്രയായി. അപ്പോഴും തഹസിൽദാർ ചന്ദ്രശേഖരൻ്റെ കഴുത്തിലും ആനക്കാർ ഭവാനിയുടെ പുറത്തും കയറി ആനക്കൊമ്പുകളിൽ ഒന്ന് ചന്ദ്രശേഖരനും ഒന്ന് ഭവാനിയും എടുത്തുകൊണ്ട് പോയിരുന്നു. പത്തനാപുരത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം ദിവസം അവർ തിരുവനന്തപുരത്തെത്തി. തഹസിൽദാർ ഒരു സേവകൻ മുഖാന്തരം തിരുമനസിനെ അറിയിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് ആനക്കാരോടും കൊമ്പുകളെടുത്തിരുന്ന ആനകളോടും കൂടി തിരുമുൻപാകെ ചെന്ന് മുഖം കാണിച്ചു. ആനകൾ കൊമ്പുകൾ തിരുമുമ്പിൽ വെച്ച് കാൽമടക്കി നമസ്കരിച്ചു. തഹസീൽദാർ ആ ആനക്കൊമ്പുകളെ സംബന്ധിച്ചുണ്ടായ സംഗതികളെല്ലാം വിശദമായി തിരുമനസിനെ അറിയിച്ചു. സംഗതികളെല്ലാം കേട്ടും ആനക്കൊമ്പുകളുടെ വലിപ്പം കണ്ടും തിരുമനസ് കൊണ്ട് വളരെ സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും തഹസിൽദാർക്കും ആനക്കാർക്കും യഥായോഗ്യം സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം കൽപ്പിച്ച് പഴക്കുലകൾ വരുത്തി തിരുമുമ്പിൽ വെച്ച് തന്നെ 2 ആനകൾക്കും പ്രത്യേകം ധാരാളമായി കൊടുപ്പിച്ചു. ചന്ദ്രശേഖരൻ അവന് കൊടുത്തതിൽ നിന്ന് ഒരു പഴക്കുലയെടുത്ത് മാറ്റിവെച്ചിട്ട് ശേഷം തിന്നു. അത് കണ്ടിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, ആ ഒരു പഴക്കുല മാറ്റിവെച്ചത് എന്താണ് എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അപ്പോൾ രാമശാർ ചന്ദ്രശേഖരന് ഇഷ്ടമായിട്ടുള്ള മുസ്ലിം സ്ത്രീയുടെ കഥയും ഈ പഴക്കുല വിറ്റ് കിട്ടുന്ന പണം അയാൾ ആ സ്ത്രീക്ക് കൊണ്ടുചെന്ന് കൊടുക്കാനായിട്ടാണ് അത് മാറ്റിവെച്ചതെന്നും ഇത് പതിവാണെന്നും മറ്റുമുള്ള വിവരവും തിരുമനസിനെ അറിയിച്ചു. ഇതൊന്നും ആ തിരുമനസ് കൊണ്ട് അറിഞ്ഞിരുന്നില്ല. ഉടനെ തിരുമനസ് കൊണ്ട് ചന്ദ്രശേഖര അത് വെച്ചേക്കണമെന്നില്ല, ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള പണം ഇവിടെ തന്നേക്കാം എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അതിലേക്കായി ഉടനെ 3 രൂപ രാമശാരുടെ പക്കൽ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. തിരുമനസ് കൊണ്ട് ആനക്കാർക്കും വഴിച്ചിലവിനും ആൾക്കാർക്കും തീറ്റ വകയ്ക്കും വേണ്ടുന്ന പണം കൽപ്പിച്ചു കൊടുത്ത് അവരെ യാത്രയാക്കുകയും തഹസിൽദാരെ ശമ്പളക്കൂടുതലുള്ള മുളകുമടി ശീലക്കാര്യക്കാരുദ്യോഗത്തിന് കൽപ്പിച്ച് നിയമിക്കുകയും ചെയ്തു. രാമശാരും കേശവനും ചന്ദ്രശേഖരനും ഭവാനിയെയും കൊണ്ട് അന്നു തന്നെ തിരുവനന്തപുരത്തുനിന്ന് പോരുകയും 3-ാം ദിവസം കൊട്ടാരക്കര എത്തുകയും ചെയ്തു. അവർ പിന്നെയും യഥാപൂർവം സുഖമായി തന്നെ വളരെ കാലം ജീവിച്ചിരുന്നു. അതിനിടയ്ക്ക് ചന്ദ്രശേഖരന് ഭവാനിയിൽ ഒരു പുത്രൻ ജനിച്ചു. അത് കൊല്ലം 994-ാം ആണ്ട് കുംഭമാസം 23-ാം തീയതി വെള്ളിയാഴ്ചയും മകരം നക്ഷത്രവും പൂർവപക്ഷത്തിൽ നവമിയും കൂടിയ ശുഭദിനമായിരുന്നു. ആ കുട്ടിയാനയുണ്ടായിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അനായാസേന രാമശാർ ചരമഗതി പ്രാപിച്ചു. അപ്പോൾ ചന്ദ്രശേഖരനുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. രാമശാർ കഴിഞ്ഞതിൻ്റെ ശേഷം 2-3 പേർ ചന്ദ്രശേഖരൻ്റെ ആനക്കാരായി തീർന്നു. അവരാരും രാമശാരെ പോലെ ചന്ദ്രശേഖരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നില്ല. അതിനാൽ അവരെയെല്ലാം ചന്ദ്രശേഖരൻ പലപ്പോഴായി കൊന്നു. ഒടുക്കം രാമശാരുടെ മകൻ കൃഷ്ണൻ ചന്ദ്രശേഖരൻ്റെ ആനക്കാരനായിത്തീരുന്നു. അവൻ രാമശാരെ പോലെ തന്നെ സ്നേഹപൂർവ്വം ചന്ദ്രശേഖരൻ്റെ ഹിതത്തെ അനുവർത്തിച്ചിരുന്നു. രാമശാരോടുണ്ടായിരുന്നത് പോലുള്ള സ്നേഹം കൃഷ്ണനോടും ചന്ദ്രശേഖരനുണ്ടായിരുന്നു. അതിനാൽ ചന്ദ്രശേഖരൻ്റെ ജീവിതാവസാനം വരെ ആ കൃഷ്ണൻ തന്നെ ആനക്കാരനായിരുന്നു. കൊല്ലം 1022-ാം ആണ്ട് സ്വാതി തിരുനാൾ മഹാരാജു തിരുമനസ് കൊണ്ട് നാടു നീങ്ങിയെന്ന് കേട്ടപ്പോഴും ചന്ദ്രശേഖരൻ വളരെ ദുഃഖിച്ചു. ആ ദുഃഖവും അവൻ 1 കൊല്ലം മുഴുവൻ ആചരിച്ചിരുന്നു. ഇപ്രകാരമെല്ലാം ഗുണവും യോഗ്യതകളും ഉണ്ടായിരുന്ന ചന്ദ്രശേഖരൻ കൊല്ലവർഷം 1027-ാം ആണ്ടിൽ ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു.